ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഗാന്ധിജി. ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരം ആരുടെ പേരിൽ ഉള്ളതാണ്? ഗാന്ധിജിയുടെ പേരിലുള്ളത്. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? നവ്ഗാലി. ഗാന്ധിജിയെക്കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ശ്യാം ബെനഗൽ. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചതെങ്ങനെയാണ്? ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പതാക പകുതി താഴ്ത്തിക്കെട്ടി ദുഃഖം പ്രകടിപ്പിച്ചു. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെ. റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ജോൺ ബ്രെയ്ലി. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? യേശു ക്രിസ്തുവിനെ. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1924 പെൽഗാം സമ്മേളനത്തിൽ വെച്ച്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? മഹാദേവ ദേശായി. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? കെ രാമകൃഷ്ണപിള്ള. പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്റ്റ് മിഷൻ. തൻ്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിലെഴുതിയ ഏക ഗ്രന്ഥം? ഹിന്ദ് സ്വരാജ്. ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പിന്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ ചിന്തകളിൽ വഴിത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥം ഏതാണ്?
ജോൺ റസ്കിൻ്റെ അൺടു ദ ലാസ്റ്റ്. ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാമാണ്? ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം.